അല്ലെങ്കിൽ ഏത് മതക്കാരനും എല്ലാ ആഘോഷത്തിലും പങ്കെടുക്കേണ്ടി വരുന്നു. അതാണ് മതസൗഹാർദ്ദം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആരാധനയും എല്ലാവരും നടത്തുക എന്നുള്ളതല്ല. നേരെ മറിച്ച് അവനവന്റെ ആരാധന നടത്തുമ്പോ മറ്റൊരുത്തിന് നമ്മളെ കൊണ്ട് ആരാധനയ്ക്കോ മറ്റോ തടസ്സമില്ലാത്ത വിധം സൗഹാർദ്ദപൂർവ്വം ജീവിക്കലാണ്. ക്രിസ്തുമസിനെ പറ്റിയൊക്കെ ആലോചിച്ച് നോക്കുക. ഉണ്ണിയേശുവിനെ കുറിച്ച് കുട്ടികൾ പഠിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പുൽക്കൂട് ധരിക്കുന്നു, നക്ഷത്രം തൂക്കുന്നു. ഈ നക്ഷത്രത്തിനൊക്കെ വലിയ മതപരമായ പ്രാധാന്യമുണ്ട്. ആട്ടിടയന്മാർ യേശുവിന്റെ ജനനം കരുതിയിട്ട് ബത്ലഹേമിലേക്ക് നടന്നപ്പോ ഇവർക്ക് വഴിയറിയാതെ വന്നപ്പോ ഒരു നക്ഷത്രം ഉദിച്ചുയർന്നു വന്നു എന്നാണ്. അതിന്റെ സിമ്പലായിട്ടാണ് ഇന്ന് ഡിസംബർ ആകുമ്പോഴേക്ക് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ നക്ഷത്രം തൂക്കുന്നത്. ഡിസംബറിന് ക്രിസ്തുമസ് ആഘോഷിക്കാത്ത കുറെ സഭകളുണ്ട്. അത് വേറൊരു കാര്യം. ഒരിക്കലും ഡിസംബർ 25 യേശു ജനിച്ചിട്ടില്ല എന്ന് അവർ പറയണത്. ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ സൂര്യദൈവത്തിന്റെ